നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയും ശശി തരൂരും എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസിലാക്കിയോ? അങ്ങനെ ആക്കിയെന്നുള്ള സൂചനകളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പരിപാടികളിലും ശശി തരൂരിനെ പ്രത്യേകം ക്ഷണിച്ചിരിക്കണമെന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെ PCCക്ക് നിർദ്ദേശം കൊടുത്തുവെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതുപ്പള്ളിയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ശശി തരൂരിന് KPCC പ്രത്യേക ക്ഷണക്കത്തയച്ചിരുന്നു. താങ്കൾ വരണം, ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കണം. പക്ഷേ താൻ വിദേശത്തായതുകൊണ്ട് പങ്കെടുക്കാൻ നിർവാഹമില്ലെന്നും വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നുമാണ് ശശി തരൂർ പ്രതികരിച്ചത്. തരൂരിനെ ഒഴിവാക്കി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ലെന്നുള്ള അഭിപ്രായം ഹൈക്കമാൻഡ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിന് വിവിധ ഏജൻസികൾ നടത്തിയ സർവേകളുടെ റിപ്പോർട്ടുകളെല്ലാം അവരുടെ കൈവശമുണ്ട്. അതിൽ ശശി തരൂരിന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ, മിഡിൽ ക്ലാസ്സിനിടയിൽ വലിയ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് തരൂരിനെ മാറ്റി നിർത്തി കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും തരൂരിനെ പിന്തുണയ്ക്കുന്നവർ ധാരാളം കോൺഗ്രസിൽ തന്നെ ഉണ്ടെന്നും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളെ എല്ലാം സ്വാധീനിക്കാൻ തരൂരിന് കഴിയുമെന്നുമൊക്കെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കിട്ടിയ വിവരം. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് കാരണവശാലും കേരളത്തിൽ UDF സർക്കാർ ഉണ്ടായേ പറ്റുമെന്നുള്ള വാശിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കാരണം കേരളത്തിൽ ഭരണം പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശശി തരൂരല്ല, കഴിയുന്ന ആരെയും കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരുമിപ്പിച്ചു കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും മിഡിൽ ക്ലാസ്സിനും ഇടയിൽ നല്ല സ്വാധീനമുള്ള ശശി തരൂരിനെ ഒരു കാരണവശാലും പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തരുതെന്നും അദ്ദേഹത്തെ എല്ലാ പരിപാടികൾക്കും ക്ഷണിക്കണമെന്നും PCCക്ക് നിർദ്ദേശം നൽകിയത്. അവർ ആ നിർദ്ദേശം അനുസരിക്കുകയും ചെയ്തു. ജൂലൈ 21 ചേരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ് തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും AICC വിവരം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് KC വേണുഗോപാൽ അടക്കമുള്ള AICC നേതാക്കൾ നൽകുന്ന സൂചന. അങ്ങനെ വരികയാണെങ്കിൽ രാഹുലും തരൂരും നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ മഞ്ഞുരുകുമെന്നും ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നും കരുതുന്നവരാണ് കോൺഗ്രസിലേറെയും. കാരണം ശശി തരൂരിനെ BJPയിലേക്ക് തള്ളിവിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല. അത് വലിയ പരുക്കായിരിക്കും കോൺഗ്രസിന് ഏൽപ്പിക്കുക എന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. കോൺഗ്രസ് തന്നെ നിൽക്കണമെന്ന താല്പര്യം ശശി തരൂരിനുമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ തന്നെ നിലകൊള്ളുന്നതാണ് നല്ലത് എന്നുള്ളൊരു ആഗ്രഹം ശശി തരൂരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന സൂചന തരൂർ നേരത്തെ നൽകിയിരുന്നു. ജൂലൈ 21 പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ, ലോക്സഭ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയെ കണ്ട് ചർച്ച നടത്താനുള്ള ഒരു അവസരം കോൺഗ്രസ് ഹൈക്കമാൻഡ് ശശി തരൂരിന് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ തരൂരും രാഹുലും തമ്മിൽ സംസാരിച്ചാൽ ഏറെക്കുറെ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിചാരിക്കുന്നു. കാരണം 2026 കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.